ഭൂമിയിലെ ദരിദ്രൻ സ്വർഗത്തിലെ വലിയ സമ്പന്നനാകാൻ സാധ്യതയുണ്ട്. ഭൂമിയിൽ നിക്ഷേപിക്കുന്നതെല്ലാം പുഴുവും കീടങ്ങളും നശിപ്പിക്കാം. കള്ളന്മാർ മോഷ്ടിക്കാം. യേശു പറഞ്ഞു, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. മത്തായി 6:20-21 വചനങ്ങൾ. എന്താണ് നമ്മുടെ നിക്ഷേപം? എവിടെയാണ് നമ്മുടെ നിക്ഷേപം? ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇവയൊക്കെയാണോ ഹൃദയത്തിലെ നിക്ഷേപങ്ങൾ? ആവലാതികളും പരിഭവങ്ങളും പരാതികളും പ്രശ്നങ്ങളുമാണോ ഹൃദയത്തിലെ നിക്ഷേപങ്ങൾ? അരുതാത്ത ബന്ധങ്ങളാണോ ഹൃദയത്തിലെ നിക്ഷേപം? യേശു പറയുന്നു, എവിടെയാണോ നിന്റെ നിക്ഷേപം അവിടെയായിരിക്കും നിന്റെ മനസ്സ് എന്ന്. ഈ ലോകത്തിൽ അനേക സമ്പത്ത് നേടുന്നവനല്ല സാക്ഷാൽ ധനികൻ. ആത്മീയമായ സമ്പത്ത് നേടുന്നവനാണ് സാക്ഷാൽ ധനികൻ. വളരെ ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഭൂമിയിൽ അനേകം സമ്പത്ത് നേടി വിശാലമായ ഭൂമി സ്വന്തമാക്കി. അയാൾ തൻ്റെ കുതിരപ്പുറത്തിരുന്ന് സവാരി നടത്തി തൻ്റെ സമ്പത്തിൻ്റെ പ്രൗഢി ആസ്വദിക്കാറുണ്ട്. അയാളുടെ വീടിനടുത്ത് ഒരു പഴയ കർഷകൻ താമസിച്ചിരുന്നു. ഒരു കൊച്ചു കുടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം എന്നും മരച്ചുവട്ടിൽ ഇരുന്ന് താൻ കഴിച്ച ആഹാരത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി പറയാറുണ്ട്. ഒരിക്കൽ കർഷകൻ നന്ദി പറയുന്നത് കേട്ട് ധനികൻ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തെ പുച്ഛിച്ചു പറഞ്ഞു, ഈ അല്പം മാത്രമുള്ളതിനെ ഓർത്ത് നീ എന്തിനാണ് ദൈവത്തോട് നന്ദി പറയുന്നത്? ആ കർഷകൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകിയിട്ടുണ്ട്. അതിന് ഞാൻ എന്നും ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ആ ധനികനോട് കർഷകൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു ശബ്ദം എന്നോട് ഇങ്ങനെ പറഞ്ഞു, താഴ്വരയിലെ ഏറ്റവും വലിയ ധനികൻ ഇന്ന് രാത്രി മരിക്കും എന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ താങ്കളോട് അത് പറയണമെന്ന് എനിക്ക് തോന്നി. എന്നാൽ സ്വപ്നങ്ങളെല്ലാം അസംബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ധനികൻ കുതിരപ്പുറത്ത് കയറിപ്പോയി. എന്നാൽ ആ കർഷകൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു മുള്ളായി അവശേഷിച്ചു. കാരണം ആ താഴ്വരയിലെ ഏറ്റവും വലിയ ധനികൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഒരു ഡോക്ടറെ വീട്ടിലേക്ക് വരുത്തി തൻ്റെ ശരീരത്തെ സൂക്ഷ്മ പരിശോധന ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർ ധനികനോട് പറഞ്ഞു, നിങ്ങൾ കുതിരയെപ്പോലെ ശക്തനും ആരോഗ്യവാനും ആണ്. ഈ രാത്രിയിൽ ഒരിക്കലും നിങ്ങൾ മരിക്കുകയില്ല എന്ന്. എന്നിരുന്നാലും ആ ധനികൻ ഭയപ്പെട്ട് ഡോക്ടറെ തന്നോടൊപ്പം വീട്ടിൽ താമസിപ്പിച്ചു. ഒന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ മടങ്ങിപ്പോയി. ഏകദേശം 9 മണിയോടെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഒരു സന്ദേശവാഹകൻ എത്തി. അദ്ദേഹം പറഞ്ഞു, ഇവിടെ അടുത്ത് താമസിക്കുന്ന ദരിദ്രനായ കർഷകൻ ഇന്നലെ രാത്രി ഉറക്കത്തിൽ മരിച്ചുപോയി. ആ മരണം ധനികനെ ഏറെ ചിന്തിപ്പിച്ചു. ആ കർഷകൻ ഒരു ദരിദ്രനാണെങ്കിലും അദ്ദേഹമാണ് ഈ താഴ്വരയിലെ ഏറ്റവും വലിയ ധനികനെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. ശരിയായ സമ്പത്ത് ആത്മീയമായ സമ്പത്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മത്തായി സുവിശേഷം 16:26. ഈ ഭൂമിയിലുള്ള യാതൊന്നിനും നമുക്ക് സന്തോഷവും സമാധാനവും നൽകുവാൻ കഴിയുകയില്ല. ഈ ഭൂമിയിൽ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നവർ ആണെന്ന് കരുതരുത്. യേശു സ്വന്തം കാര്യങ്ങൾക്കായി പ്രാർത്ഥിച്ചില്ല, മറിച്ച് പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റപ്പെടുന്നതിനുള്ള ശക്തിക്കായി പ്രാർത്ഥിച്ചു. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിപ്രവർത്തിപ്പിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അത് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുവാൻ ഇടവരുത്തും. ആരും താതങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ പ്രാർത്ഥിക്കണം. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ. നാം മൂലം ദൈവത്തിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണം.
ദൈവനാമം എപ്പോഴും വിശുദ്ധമാണ്. പിന്നെ എന്തിനാണ് ദൈവ തിരുനാമം വിശുദ്ധമാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തമ്പുരാൻ പറഞ്ഞത്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം പാപം ചെയ്യുമ്പോൾ ലോകരുടെ മുൻപിൽ നമ്മിൽ കൂടി ദൈവനാമം ദുഷിക്കപ്പെടും. ഞാൻ മൂലം ദൈവനാമം ദുഷിക്കപ്പെടാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയിൽ കൂടി നാം ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും സുവിശേഷങ്ങളുടെ ഘോഷണങ്ങളും സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടും. ഭൗതികരായി സമ്പന്നതയിൽ മയങ്ങി ജീവിക്കാതെ ആത്മീയമായി സമ്പന്നരായി സ്വർഗരാജ്യത്തിന് അവകാശികളായി നമുക്ക് മാറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com